തന്നെ വീട്ടുതടങ്കലിലാക്കിയെന്ന ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. നൌഹട്ടയിലെ രക്തസാക്ഷി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് തടയാനായിരുന്നു നടപടി എന്നാണ് ആരോപണം. के लिए तो ये कहते हैं ये आजाद मुल्क है, लेकिन बीच बीच में ये लोग समझते हैं हम उनके गुलाम हैं. हम किसी के गुलाम नहीं हैं. हम अगर गुलाम हैं तो यहाँ के लोगों के गुलाम हैं. हम अगर खादिम हैं तो यहाँ के लोगों के खादिम हैं. ये लोग वर्दी पहन के कानून का इस तरह तहस नहस करें, ये बात मेरी समझ में नहीं आता. മതിൽ ചാടിക്കടന്ന് പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഒമർ അബ്ദുള്ള പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, എന്താണ് ഇത്തരം ഒരു പ്രതികരണം? ഈ തരത്തിൽ ചില ദൃശ്യങ്ങൾ കാണുന്നു, എന്താണ് സംഭവിച്ചത് ശ്രീനഗറിൽ? വിജയകുമാർ, 1931 ജൂലൈ 13 ഇത് അന്നത്തെ കശ്മീർ രാജാവായിരുന്ന ഹരിസിംഗിനെതിരെ അന്ന് അവിടുത്തെ ഒരു കൂട്ടം ആളുകൾ നടത്തിയ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ പേരിലാണ് നൌഹട്ടയിലെ ഈ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്ന് നേരത്തെ തന്നെ ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമർ അബ്ദുള്ള വ്യക്തമാക്കിയിരുന്നു. ഇത് തടയിടാൻ വേണ്ടി നേരത്തെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതായത് ഒരു നിരോധനാജ്ഞ, ഒരു വിലക്ക് പ്രഖ്യാപിച്ച് ഇങ്ങോട്ടേക്ക് പുഷ്പാർച്ചന നടത്താൻ വരുന്ന ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. മാത്രമല്ല, ഈ പ്രത്യേകിച്ച് BJP ഭരണകൂടം ഈ 1931 ഈ സംഭവം രാജ്യവിരുദ്ധ സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം രാജ്യത്തിനെതിരെ സമരം ചെയ്ത്, അല്ലെങ്കിൽ അവരൊരു വിഘടനവാദികൾ, തീവ്രവാദികൾ എന്ന രീതിയിലാണ് ആ രക്തസാക്ഷികളെ കാണുന്നത്. പക്ഷേ നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികൾക്ക് അവർ രക്തസാക്ഷികളാണ്. അതുകൊണ്ടാണ് അവർക്ക് പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചത്. ഇത് തടയിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ഇത് ജമ്മു കശ്മീരിലെത്തിയ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ ഇതിനെ തുടർന്ന് പോലീസ് സന്നാഹം വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തിരുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ പോലും സാധിച്ചില്ല. അതിനുശേഷമാണ് അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിമാർക്കൊപ്പം മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി ഈ നൌഹട്ടയിൽ എത്തിയതിനു ശേഷം അവിടുന്ന് അത് ഗേറ്റ് അടച്ച് അത് താക്കോലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. ആ ബന്ദോബസ്ത് മറികടന്ന് ചാടിക്കടന്നാണ് അവർ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് പ്രതികരണവും നടത്തിയത്. അവർ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടാത്ത ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ തേർവാഴ്ചയാണ് ജമ്മു കശ്മീരിൽ നടക്കുന്നതെന്നാണ് ഉമർ അബ്ദുള്ള പ്രതികരിച്ചത്. BJPയും ഇതിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം ഈ 1931 സംഭവം അത് രാജ്യവിരുദ്ധ സംഭവമാണ്. അവരെ ദേശസ്നേഹികളായിട്ട് നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് BJPയുടെ ഇക്കാര്യത്തിലുള്ള ന്യായീകരണം. ഒടുവിൽ മതിൽ ചാടിക്കടന്ന് പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഒമർ അബ്ദുള്ള ആ പുഷ്പാർച്ചന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു ഈ രൂക്ഷ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.